പാലക്കാട് അഗളി പഞ്ചായത്തിൽ വൻ ട്വിസ്റ്റ്. UDF അംഗം LDF പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF ഭരണമുറപ്പിച്ച പഞ്ചായത്തിലാണ് ഒരംഗം കൂറുമാറിയതോടെ ഭരണം നഷ്ടമായത്. ഇതോടെ കൂറുമാറിയ അംഗത്തിനെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി UDF പ്രവർത്തകർ രംഗത്ത് വന്നു. UDF 10, LDF 9, BJP 2 എന്നിങ്ങനെയായിരുന്നു അട്ടപ്പാടി അഗളി പഞ്ചായത്തിൽ സീറ്റ് നില. BJP ഇടത് വലത് മുന്നണികളെ പിന്തുണയ്ക്കില്ല എന്ന ശക്തമായ നിലപാട് വ്യക്തമാക്കിയതിനാൽ UDF പഞ്ചായത്തിൽ ഭരണം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ട്വിസ്റ്റ് ഉണ്ടായത്. 20-ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്നുള്ള UDF അംഗം മഞ്ജു കൂറുമാറി 9 LDF അംഗങ്ങളുടെ പിന്തുണയിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയിരുന്നില്ലെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ വോട്ട് ലഭിച്ചെന്നുമാണ് മഞ്ജു പറയുന്നത്. അഗളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ പ്രസിഡന്റായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. UDF സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ വിജയിച്ചത്. LDF പാനലിൽ മത്സരിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് മറ്റൊരു നിർദ്ദേശങ്ങളും കിട്ടിയിട്ടില്ല. ഞാൻ LDFിൻ്റെ എൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഞാനതിൽ മത്സരിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉൾക്കൊള്ളാനാവാത്ത UDF പഞ്ചായത്തിന് മുന്നിൽ മഞ്ജുവിന് നേരെ ഭീഷണി മുദ്രാവാക്യം മുഴക്കി. അതിന്റെ പേരാ മഞ്ജു എന്ന്, നാണമുണ്ടോ നിങ്ങൾക്ക്? നട്ടലുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പണം വാങ്ങി വിഴുങ്ങിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മഞ്ജു വിപ്പ് കൈപ്പറ്റിയിരുന്നുവെന്നും സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അവിടെ ചിന്നപ്പറമ്പ് വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി UDF മുന്നണിയിൽ മത്സരിച്ച വനിതയാണ് ഇന്ന് കാലുമാറിപ്പോയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ അവിടെ UDFിനെയും കോൺഗ്രസിനെയുമാണ് ജയിപ്പിച്ചത്. അവര് കോൺഗ്രസ് കൊടുത്ത സ്ഥാനാർത്ഥിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് UDFിന്റെ മുന്നണിക്ക് താങ്ങും തണലുമാകുവാൻ വേണ്ടിയിട്ടാണ് ആ വനിതയെ അവിടെ നിന്നും മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. പക്ഷേ CPM വെച്ച് നീട്ടിയ പണത്തിന് മുമ്പിൽ ആ വനിത അവരുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം, ഉത്തരവാദിത്വം, ജനാധിപത്യ ബോധം ഇതെല്ലാം മറന്നുകൊണ്ട് CPMന്റെ പണക്കൊഴുപ്പിന് മുമ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും LDFിനെ വിജയിക്കാനായി. അതേസമയം BJP അംഗങ്ങൾ 2 പേരും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ജനം, പാലക്കാട്.